ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ചില സംഭവങ്ങളൊക്കെ പെറുക്കി വെക്കുന്ന ശീലമുണ്ട് കേട്ടോ. മീൻസ് കാർഡ്ബോർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ പെറുക്കി വെക്കുന്ന ശീലമുണ്ട്. കാർഡ്ബോർഡ് മാത്രമല്ല, മനസ്സിലായല്ലോ, DIY ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ. അപ്പോൾ എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതിയിട്ടാണ് എടുത്തു വെക്കുന്നത്. പക്ഷേ എടുത്തു വെക്കാന്നല്ലാതെ ഇതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്നുള്ള കാര്യം ഇതുവരെ നടന്നിട്ടില്ല. അങ്ങനെ ഓരോന്ന് എടുത്തു വെച്ച് ഒരു ആക്രിക്കടയായിട്ടുണ്ട് എൻ്റെ റൂം. അപ്പോൾ എനിക്ക് തോന്നി ഇനി അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തെങ്കിലുമൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിനായിട്ട് ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് സോപ്പിൻ്റെ കവറാണ് കേട്ടോ. ഇത് ഞാൻ കുറേ കാലമായിട്ടുണ്ട് കേട്ടോ സൂക്ഷിച്ച് വെക്കണം, എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചതാണ്. പക്ഷേ ഇതുവരെ ഒന്നിനും ഉപകാരപ്പെട്ടിട്ടില്ല. ചെറിയ ബോക്സ് ആയതുകൊണ്ട് തന്നെ ചെറിയ ഐറ്റംസ് മാത്രമുള്ളല്ലോ ഇതിലിട്ട് വെക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഇത് വേറെ എന്തെങ്കിലുമൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു. എന്നും ഞാൻ ഇങ്ങനത്തെ ബോക്സൊക്കെ കിട്ടിയ സ്റ്റോറേജ് ബോക്സാണ് ആക്കൽ. അപ്പോൾ ഇതിൻ്റെ സൈസ് ഇല്ലാത്തതുകൊണ്ട് ഇതുകൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് അതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് ഒരു പോക്കറ്റ് ഡയറിയാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കലുണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ കണ്ടൻറ് എഴുതി വെക്കാൻ ഒരു ബുക്ക് ഉണ്ടാക്കണമെന്ന്. പല സമയത്തും എനിക്ക് കണ്ടൻറ് ക്ഷമം വളരെ രൂക്ഷമാവലുണ്ട് കേട്ടോ. ചില സമയത്തൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ കണ്ടൻറ് ഐഡിയാസൊക്കെ വരുമെങ്കിലും വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് മറന്നു പോകലാണ് പതിവ്. അപ്പോൾ എഴുതി വെച്ചാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മൾ അതിനൊരു ചെറിയ ബുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ബോക്സിൻ്റെ മുകളിലും താഴെയുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡും കൂടി കട്ട് ചെയ്ത് കളയാം കേട്ടോ. നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബുക്കിൻ്റെ ചട്ട പോലെയൊക്കെ ആയിട്ടില്ലേ. പിന്നെ നമുക്ക് ഇതിലേക്കുള്ള പേജുകൾ ഉണ്ടാക്കാം. അതിന് ഞാൻ ഈ ബുക്കിൽ നിന്നാണ് കേട്ടോ പേജ് വരയ്ക്കുന്നത്. ഇതിലാണ് ഞാൻ എല്ലാം കുത്തിക്കുറക്കൽ. അപ്പോൾ കൊണ്ടുതന്നെ എഴുതി വെക്കാനായിട്ട് മാത്രം ഇത് നമുക്ക് വേറെ ബുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത്ര പേജസാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഹാഫായിട്ട് കട്ട് ചെയ്യാം. ഹാഫായിട്ടല്ല കേട്ടോ, 4 ഭാഗമാക്കിയിട്ട് കട്ട് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് കട്ട് ചെയ്യാം. അതും അങ്ങനെ കട്ട് ചെയ്തിട്ട് ഒന്നും കൂടെ മടക്കി കട്ട് ചെയ്താലാണ് കേട്ടോ നമ്മുടെ കവറിനനുസരിച്ച് പേജിൻ്റെ സൈസ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതായത് നമ്മൾ 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പേജസാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഹാഫ് മടക്കി കഴിഞ്ഞാൽ കവറിൻ്റെ സൈസിലുള്ള പേജസ് ആവും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കവറിൽ വെക്കുമ്പോൾ വരുന്നത് കേട്ടോ. കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയാനുണ്ട്. ഇനി ഇത് നമുക്ക് തുന്നാം. ആദ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പശ വെച്ചൊട്ടിക്കാമെന്നാണ്. പക്ഷെ അത്രയ്ക്കും പശ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് തുന്നാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെങ്ങനെ തുന്നുന്നതെന്ന് വെച്ചാൽ ആദ്യം സെൻറ്ററിലൂടെ ഉള്ളിലേക്ക് എടുക്കണം കേട്ടോ. എനിക്കത് ഉള്ളിലൂടെ എടുത്തിട്ട് പുറത്തേക്ക് വലിക്കായിരുന്നു കേട്ടോ വേണ്ടത്. എനിക്ക് മാറിപ്പോയതാണ്. ഇത് കുറച്ച് കട്ടുള്ള പേജസ് ആയതുകൊണ്ട്, കുറേ പേജസ് ഉള്ളതുകൊണ്ട് സൂചി വളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതായാലും നമ്മൾ ഒരു വിധത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ ഇതിലൂടെ എടുത്തിട്ട് സെൻറ്ററിലൂടെ എടുക്കുക. വീണ്ടും മറ്റേ സൈഡിലൂടെ എടുത്തിട്ട് സെൻറ്ററിലൂടെ എടുക്കുക. നടുവിലെ നൂലായിട്ട് ടൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് കവർ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ കളർ ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. കളർ പേപ്പറോ സാധാ പേപ്പർ എടുത്തിട്ട് ഡിസൈൻ ചെയ്യുക, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മളിവിടെ ചാർട്ടാണ് എടുത്തത്. ഞാനതിൻ്റെ സൈസൊക്കെ നോക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒട്ടിച്ച് കൊടുക്കണം വേണ്ടത്. അതിന് നമ്മൾ ഈ ബുക്കിൻ്റെ പുറത്താണ് പശയാക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഹാർട്ട് ഷേപ്പ് പോലെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അടിച്ചു വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അത് ഞാൻ എക്സ്ട്രാ വന്ന പോർഷൻസ് കട്ട് ചെയ്തപ്പോൾ ചെയ്തതാണ് കേട്ടോ. പിന്നെ നമുക്ക് കവറിൽ ഡിസൈൻ എന്തെങ്കിലും കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 പേനയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒന്ന് ബ്ലാക്ക് ഇങ്കാണ്, ഒന്ന് ഗ്ലിറ്ററാണ്, പിന്നെ ഒന്ന് മഷിയില്ലാത്ത പേനയാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പെൻസിലില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ പോകുന്നത് തെറ്റിപ്പോവാതിരിക്കാനും മഷിയില്ലാത്ത പേന കൊണ്ടൊന്ന് അടയാളപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അടയാളപ്പെടുത്തിയതിൻ്റെ മുകളിലൂടെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇങ്ങനെ ഒരു ക്യൂട്ട് ഫേസ് ആണ് കേട്ടോ ഞാൻ വരച്ചിട്ടുള്ളത്. ഇനി ചീക്കിൽ കുറച്ച് കളർ കൊടുക്കാം. അതിന് നമ്മൾ റെഡ് കളറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ റിസൾട്ട് വന്നിട്ടുള്ളത്. ക്യൂട്ടായില്ലേ? ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ആ ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ റെഡ് കളർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടിച്ചു വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഭംഗിയല്ലേ കാണാൻ? അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ ബൈ.